നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കള്ളത്തരത്തിലൂടെയും കൃത്രിമം നടത്തിയുമൊക്കെ കടൽ കടന്ന കാലമൊക്കെ പണ്ട്. ഇന്ന് കടുത്ത സുരക്ഷാ പരിശോധനയിലൂടെ മാത്രമേ ഇവിടുന്ന് വിമാനം കയറ്റിവിടൂ. എന്നിട്ട് പോലും പാസ്പോർട്ടിൽ കൃത്രിമം കാണിച്ചും മറ്റും പലരും ഇതിനായി ശ്രമിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കടക്കാൻ ശ്രമിക്കുന്ന നിരവധി പേരാണ് വിമാനത്താവളത്തിൽ വെച്ച് യാത്രയ്ക്ക് തൊട്ടു മുൻപ് പിടിയിലാകുന്നത്. എന്നിട്ടും ഇതിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഗൾഫിലേക്ക് പോകാൻ വേണ്ടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയ സ്ത്രീ പിടിയിലായ വാർത്തയാണ് പുറത്തുവരുന്നത്. അബുദാബിയിലേക്ക് പോകാൻ കൊച്ചി വിമാനത്താവളത്തിൽ എത്തിയ ഇവർ ഇമിഗ്രേഷൻ വിഭാഗത്തിൽ വെച്ചാണ് പിടിയിലാകുന്നത്. പാസ്പോർട്ടിൽ കൃത്രിമം കാണിച്ച കുറ്റത്തിനാണ് ഇവർ പിടിയിലായത്. തമിഴ്നാട് തിരുക്കടയൂർ സ്വദേശിനി ഈശ്വരിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർക്ക് 46 വയസ്സുണ്ട്. സന്ദർശക വിസയിലാണ് ഈശ്വരി അബുദാബിയിലേക്ക് പോകാൻ വേണ്ടി എത്തിയത്. ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ ഇവരുടെ പാസ്പോർട്ടിലെ 4 പേജുകൾ വെട്ടിമാറ്റിയതായി കണ്ടെത്തുകയായിരുന്നു. പിടികൂടിയ ഇവരെ ജില്ലാ ക്രൈംബ്രാഞ്ച് വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് അധികൃതർ അറിയിച്ചത്. ഇവരെ കൃത്യമായി ചോദ്യം ചെയ്താൽ മാത്രമേ മറ്റ് വിവരങ്ങളും അറിയാൻ സാധിക്കുകയുള്ളൂ. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ദുബായിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിൽ കഴിഞ്ഞ ദിവസം കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരനിൽ നിന്ന് 1 കിലോയോളം സ്വർണമാണ് പിടികൂടിയത്. ദുബായിൽ നിന്നും എത്തിയ കാസർഗോഡ് സ്വദേശിയെയാണ് എയർപോർട്ടിൽ വെച്ച് പോലീസ് പിടികൂടിയത്. പരിശോധനയിൽ യുവതിയുടെ കൈവശം ഉണ്ടായിരുന്ന മിക്സിയിൽ സംശയം തോന്നി. തുടർന്ന് അധികൃതർ പരിശോധന നടത്തി. മിക്സിയുടെ ഉള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു 1 കിലോയോളം വരുന്ന സ്വർണം ഉണ്ടായിരുന്നത്. തുടർന്ന് യുവതിയെ പോലീസ് പിടികൂടുകയായിരുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം 6 പേരിൽ നിന്നായി 5.5 കിലോയോളം സ്വർണമാണ് കസ്റ്റംസ് പിടികൂടിയത്. കള്ളക്കടത്ത് സ്വർണം കവർച്ച ചെയ്യാനെത്തിയ സംഘത്തിലെ ഒരാളും കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. വിപണിയിൽ 3 കോടി രൂപ വില വരുന്ന സ്വർണമാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. പ്രതികളെ ചോദ്യം ചെയ്യുന്നതിനായി പിടികൂടി. വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റംസ് പരിശോധന നടത്തിയപ്പോഴാണ് ഇവരെ പിടികൂടിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.